بسم الله الرحمن الرحيم بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അല്ലാഹുവിങ്കലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്നു പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ അല്ലാഹുമ്മ സിദ്നാ ഇൽമാ. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ച് പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ്. സർവശക്തനായ അല്ലാഹു തആല അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുന്നവരിൽ നമ്മയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ഏത് സമയത്തും അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാനും സഹായം തേടാനും പാടുള്ളൂ എന്നും നമ്മുടെ പ്രാർത്ഥന ഏത് സമയത്ത് കേട്ട് ഉത്തരം ചെയ്യാൻ അള്ളാഹു തയ്യാറാണെന്നും അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിലൂടെ പ്രവാചക വചനങ്ങളിലൂടെ ഇന്നലെ നാം കേട്ട് കഴിഞ്ഞതാണ്. പല ആളുകളും മാരകമായ ഷിർക്കിൻ്റെ അപകടങ്ങളിലേക്ക് എത്തിപ്പോകുന്നത് അള്ളാഹു ഒരിക്കൽ പോലും പൊറുക്കാത്ത ഷിർക്കെന്ന മഹാതെറ്റിലേക്ക് ആളുകൾ എത്തിച്ചേരാൻ കാരണം മനപ്രയാസങ്ങളാണ്. ഓരോ പരീക്ഷണങ്ങളിൽ മനുഷ്യരാണല്ലോ നമ്മളൊക്കെ സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി, കുടുംബജീവിതത്തിലെ പരീക്ഷണങ്ങൾ, ഈ നിലക്ക് ഒരുപാട് പ്രയാസങ്ങളും പരീക്ഷണങ്ങളും തരണം ചെയ്യേണ്ടി വരുമ്പോൾ ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നൊക്കെ ഒരു മോചനം തേടാനാണ് അല്ലാഹുവല്ലാത്ത മറ്റു പലരിലേക്കും മനുഷ്യർ ആശ്രയം കണ്ടെത്തുന്നത്. സഹോദരങ്ങളെ, ഷഹാദത്ത് ചൊല്ലിയ ഒരു മുസ്ലിം അവൻ ഏത് പ്രയാസങ്ങൾ വരുമ്പോഴും എന്ത് നിലപാട് സ്വീകരിക്കണം? സങ്കടങ്ങളും പ്രശ്നങ്ങളും ടെൻഷനുമില്ലാത്ത ഒരാളും ലോകത്തില്ല. പക്ഷെ അല്ലാഹ് പറയുന്നു, അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹുവിൽ വിശ്വാസമുള്ള ആളുകൾ, ആ നിലയ്ക്ക് വിശ്വാസികളെ വിളിച്ചുണർത്തുകയാണ് റബ്ബ്. അല, നിങ്ങൾ അറിയണേ, ബിദിക്രില്ലാഹ്, അള്ളാഹുവെ കൊണ്ടുള്ള സ്മരണയൊന്നുകൊണ്ട് മാത്രമാണ് തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയങ്ങൾക്ക് അടക്കം ലഭിക്കുന്നത്, സമാധാനം ലഭിക്കുന്നത്. അള്ളാഹുവെ ദിക്ർ ചെയ്യുന്നതിലൂടെ, അള്ളാഹുവെ ഓർക്കുന്നതിലൂടെ, അതിലൂടെ മാത്രമായിരിക്കും ഒരു മനുഷ്യന് സമാധാനം കണ്ടെത്തുന്നത്. ലോകത്തവൻ എവിടേക്ക് പോയാലും ശരി, സമാധാനത്തിന് വേണ്ടി, ടെൻഷൻ തീരാൻ വേണ്ടി, പ്രയാസങ്ങൾ തീരാൻ വേണ്ടി അവൻ ഏതവസ്ഥയിലേക്ക് എത്തിയാലും ശരി, അവൻ്റെ പ്രയാസങ്ങൾ ദൂരീകരിച്ച് കിട്ടണോ? അല്ലാഹ് പറയുന്നു, അള്ളാഹുവിനോടുള്ള സ്മരണയൊന്നുകൊണ്ട് മാത്രമേ അവന് ശരിക്കും സമാധാനം കിട്ടുകയുള്ളൂ. എങ്ങനെയാ സഹോദരങ്ങളെ പ്രയാസങ്ങളിൽ അള്ളാഹുവെ ദിക്ർ ചെയ്യുന്നത് കൊണ്ട് സമാധാനം ലഭിക്കുന്നത്? ഇന്നലെ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിരുന്നു, ഓരോ നമസ്കാര ശേഷവും ഒരു മുസ്ലിം പ്രാർത്ഥിക്കുന്നത്, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത്, നാഥ,
നീ തന്നത് തരുന്നത് തടയാൻ ലോകത്തൊരാളുമില്ല. വലാ മുഅ്തിയ ലിമാ മനഅത്, നീ തടഞ്ഞത് തരാനും ലോകത്തൊരാളെ കൊണ്ടും സാധ്യമല്ല. അല്ലേ? അള്ളാഹുവിൻ്റെ റസൂൽ അത് വിശദീകരിക്കുന്നു. വഅലം അന്നൽ ഉമ്മത ലവിജ്തമഉ അലാ അൻ യൻഫഉക ലാ യൻഫഉക ബിശൈഇൻ ഇല്ലാ ഖദ് കതബഹു അല്ലാഹു ലക്. വഅലം, നീ അറിയണേ, അന്നൽ ഉമ്മത്ത, ലോകം മുഴുവനും സമുദായം മുഴുവനും അവരൊക്കെ ഒരുമിച്ച് കൂടുകയാണ്. എന്തിൻ്റെ പേരിൽ? അലാ അൻ യൻഫഉക, നിനക്കൊരു ഉപകാരം ചെയ്യാൻ. ലോകത്തെ എല്ലാവരും കൂടെ നിനക്കൊരു ഉപകാരം ചെയ്യാൻ വേണ്ടി വിചാരിക്കുന്നു. പക്ഷേ അവർക്കാർക്കും ലാ യൻഫഉക ബിശൈഇൻ ഇല്ലാ ഖദ് കതബഹു അല്ലാഹു ലക്, അള്ളാഹ് നിന്റെ മേൽ രേഖപ്പെടുത്തി വെച്ച ഉപകാരത്തിൻ്റെ കണികയിലപ്പുറം ഒരു ഉപകാരം പോലും ലോകത്തൊരാൾക്കും നിനക്ക് ചെയ്യാൻ സാധിക്കൂല. അള്ളാഹ് നിനക്ക് വേണ്ടി കരുതി വെച്ച ഒരു ഉപകാരമുണ്ട്. അള്ളാഹ് നിനക്ക് വേണ്ടി രേഖപ്പെടുത്തി വെച്ച ഒരു ഉപകാരമുണ്ട്. അതിൻ്റെ അപ്പുറം ഒരു കടുകുമണിയോളം പോലും ലോകത്തൊരാൾക്കും നിനക്ക് ഉപകാരം ചെയ്യാൻ കഴിയില്ല. ഇനിയോ അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നു, ലോകം മുഴുവനും നിനക്ക് വിചാരിക്കുകയാണ് അലാ അൻ യളുറുക്, നിന്നെയൊന്ന് ബുദ്ധിമുട്ടിക്കണം, നിന്നെയൊന്ന് പ്രയാസപ്പെടുത്തണം, നിന്നെയൊന്ന് അടക്കി ഇരുത്തണമെന്ന് ലോകം മുഴുവൻ വിചാരിച്ചാലും ലാ യളുറുക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു അലൈക്, അല്ലാഹ് നിന്റെ മേൽ വിധിച്ച, നിനക്കെതിരായി രേഖപ്പെടുത്തി വെച്ച ഏതെങ്കിലും ഒരു ഉപദ്രവമുണ്ടെങ്കിൽ അതിലപ്പുറത്തേക്ക് ലോകത്തൊരാൾക്കും നിന്നെ തൊടാൻ കഴിയില്ല. നമ്മൾ എന്തിനാ പ്രയാസപ്പെടുന്നത്? പ്രയാസങ്ങളും ടെൻഷനുമുള്ള, ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഏതൊരു മുസ്ലിമിനും ആശ്വാസമായി റസൂലുള്ളാഹി പഠിപ്പിക്കുന്നു, മുസ്ലിമേ, നീ തളരേണ്ടതില്ല, നീ പ്രയാസപ്പെടേണ്ടതില്ല. നിന്റെ മുതലാളിയാകട്ടെ, നിന്റെ തൊഴിലാളിയാകട്ടെ, അതുപോലെ തന്നെ ലോകത്തുള്ള മുഴുവൻ ആളുകളും നിനക്കെതിരെ തിരിച്ചാലും ശരി, അല്ലാഹ് നിനക്കെതിരെ വിധിച്ച ഒരു ഉപദ്രവത്തിൻ്റെ അപ്പുറത്ത് ഒരു കടുകുമണിയോളം പോലും നിന്നെ തൊടാനൊരാൾക്കും സാധിക്കില്ല. ഇതാണ് പ്രിയപ്പെട്ടവരെ പ്രയാസങ്ങളിൽ ഒരു മുസ്ലിമിനുണ്ടാകേണ്ട ചിന്ത. എനിക്ക് ലോകം മുഴുവനും ഉപകാരം ചെയ്യാൻ വിചാരിച്ചാലും ശരി, എൻ്റെ റബ്ബെനിക്ക് വിധിച്ച ഉപകാരം മാത്രമേ ഇവർക്ക് ചെയ്യാൻ പറ്റൂ. ലോകം മുഴുവനും എന്നെ വീട്ടിലിരുത്താനും എൻ്റെ കടകളും കച്ചവടങ്ങളും തകർത്ത് തരിപ്പണമാക്കി എന്നെ ആകെ പിഴുതെറിയാനും ലോകം മുഴുവനും വിചാരിച്ചാലും ശരി, അല്ലാഹ് വിചാരിക്കാത്ത ഒരു ഉപദ്രവം പോലും ലോകത്തൊരാളെ കൊണ്ടും എൻ്റെ രോമത്തിന് പോലും തൊടാൻ കഴിയില്ല എന്നതാണ് ഒരു മുസ്ലിമിൻ്റെ വിശ്വാസം. അതാണ് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കുന്നതും. വലാ മുഅ്തിയ ലിമാ മനഅത്, നീ തടഞ്ഞത് തരാനില്ല. ലാ മാനിഅ ലിമാ അഅ്തൈത്, നാദാ നീ തന്നത് തടുക്കാനുമില്ല. അല്ലാഹ് തന്നത് കൊണ്ടുപോകാൻ ലോകത്തൊരാൾക്കും കഴിയില്ല. അല്ലാഹ് തടഞ്ഞതോ തരാനും ലോകത്തൊരാൾക്കും കഴിയില്ല. എവിടെയാ ഒരു മുസ്ലിമിന് ടെൻഷൻ ഉണ്ടാകുന്നത്? എവിടെയാ ഒരു മുസ്ലിമിന് പ്രയാസമുണ്ടാകുന്നത്? എനിക്കെന്തെങ്കിലും മുടങ്ങിയാൽ അവൻ റബ്ബിനെ കുറിച്ച് ഓർത്തവൻ ആശ്വസിക്കുന്നു, ഇതെനിക്ക് അല്ലാഹ് വിധിക്കാത്തതാ. അവനെന്തെങ്കിലും കിട്ടിയാൽ അവൻ സന്തോഷം കൊണ്ട് റബ്ബിനോട് സ്തുതി അർപ്പിക്കുന്നു. എന്തുകൊണ്ട്? ഇതും എനിക്ക് എൻ്റെ റബ്ബ് വിധിച്ചതാ. ഹസ്ബി അല്ലാ, എനിക്ക് എൻ്റെ അല്ലാഹ് മതി, എനിക്ക് എൻ്റെ റബ്ബ് മതി. വഅലല്ലാഹി ഫല്യതവക്കലിൽ മുതവക്കലൂൻ. അല്ലേ? തവക്കൽ ചെയ്യുന്നവർ അള്ളാഹുവിൻ്റെ പേരിൽ തവക്കുൽ ചെയ്യട്ടെ. വതവക്കൽ അലൽ ഹയ്യില്ലദി ലാ യമൂത്ത്, ഒരിക്കലും മരിക്കാത്ത, എന്നെന്നും ജീവിച്ചിരിക്കുന്ന ആ റബ്ബിനോടാണ്, ആ റബ്ബിലാണ് ജനങ്ങളെ എല്ലാവരും തവക്കുൽ ചെയ്യേണ്ടത്. വഅലല്ലാഹ്, ആ റബ്ബിൽ, ആ അള്ളാഹുവിലാണ് തവക്കുൽ ചെയ്യേണ്ടത്. ടെൻഷൻ അടിച്ച് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ കിടന്ന ബെഡിൽ തന്നെ വീണ്ടും വീണ്ടും കിടന്ന് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു മനുഷ്യൻ്റെ മനസ്സിലേക്കാണ് ആശ്വാസത്തിൻ്റെ വചനങ്ങളുമായി ഖുർആൻ പഠിപ്പിക്കുന്നത്. മനുഷ്യ, നീ തളർന്ന് മയങ്ങേണ്ടവനല്ല, തളർന്ന് കിടക്കേണ്ടവനല്ല. പരീക്ഷണങ്ങൾ വരും, പക്ഷേ നീ മനസ്സിലാക്കണം, ഫഇന്ന മഅൽ ഉസ്രി യുസ്റ, ഇന്ന മഅൽ ഉസ്രി യുസ്റ. പ്രയാസത്തിൻ്റെ പിന്നാലെ എളുപ്പം വരാനുണ്ട്. അല്ല, പ്രയാസത്തിൻ്റെ പിന്നാലെ വീണ്ടും എളുപ്പം വരാനുണ്ട്. പ്രയാസത്തിൻ്റെ മീതെ വീണ്ടും വീണ്ടും പ്രയാസങ്ങളല്ല അല്ലാഹ് തരുന്നത്. തളരേണ്ടതില്ല മുസ്ലിമേ,
സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും കുടുംബപരമായും ഒരാളോട് പോലും സംസാരിക്കാൻ പറ്റാത്ത നിലക്ക് പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ റബ്ബിനെ വിട്ട് ദർഗകൾ തേടി, ജാറങ്ങളെ തേടി, ഖബറുകളെ തേടി, അന്യമതസ്ഥരുടെ ആഘോഷ സ്ഥലങ്ങളിലേക്ക് പോയി, ക്ഷേത്രങ്ങളിൽ പോയി ആ നിലക്ക് പ്രാർത്ഥിക്കാനല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. മറിച്ച് നിന്നെ സൃഷ്ടിച്ച റബ്ബിലേക്ക് നീ കൈനീട്ടിക്കോ, നീ കൈനീട്ടിക്കോ. ആ റബ്ബ് ഒരിക്കലും നിന്നെ തട്ടിവിടുന്നതല്ല എന്നതാണ് ഖുർആൻ പല ചരിത്രങ്ങളും ഉണർത്തിക്കൊണ്ട് നമ്മെ പഠിപ്പിക്കുന്നത്. മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്നേഹിച്ചു വളർത്തിയ പൊന്നുമോൻ യൂസുഫ് നബി, ആ യൂസുഫ് നബിയെ ജ്യേഷ്ഠന്മാര് കൊണ്ടുപോയി കിണറ്റിലിട്ടു. വീട്ടിൽ വന്ന് കള്ളം പറഞ്ഞു. തകർന്നു പോയി ആ ബാപ്പ. പക്ഷെ പറഞ്ഞു ഫസബറുൻ ജമീൽ, ഭംഗിയായ ക്ഷമ. ക്ഷമിച്ചു ആ ബാപ്പ. കുറെ കൊല്ലങ്ങൾ കഴിഞ്ഞു. ആ സമയത്ത് നാട്ടിൽ ദാരിദ്ര്യം പിടിപെട്ടു. അരി വാങ്ങാൻ പോയി, വീട്ടിലേക്കുള്ള ഭക്ഷ്യവസ്തുക്കൾ വാങ്ങാൻ പോയി. പോകുന്ന പോക്കിൽ മറ്റൊരു കുട്ടിയെ കൂടി നഷ്ടപ്പെടുന്നു. ബിന്യാമിനെ കൂടി നഷ്ടപ്പെട്ടു. അല്ലേ? ബാപ്പയുടെ അടുക്കൽ, യാക്കൂബ് നബിയുടെ അടുക്കലേക്ക് ഈ മക്കൾ വന്ന് പറഞ്ഞു, ബാപ്പ ബിന്യാമീനെ, ആ മോൻ ആ രാജാവിൻ്റെ അളവ് പാത്രം മോഷ്ടിച്ചു എന്ന കാരണം കൊണ്ട് അവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട്. ബാപ്പ തകർന്നു പോവുകയാ. മുമ്പൊരു മോനെ നഷ്ടപ്പെട്ടു, ഇപ്പൊ രണ്ടാമത് മറ്റൊരു മോനെയും നഷ്ടപ്പെട്ടു. ദുഃഖം കൊണ്ട്, സങ്കടം കൊണ്ട് രണ്ട് കണ്ണുകൾക്കും അന്ധത ബാധിച്ചു. അന്ധനായിത്തീർന്ന ഒരു ബാപ്പ എന്തിൻ്റെ പേരിൽ? രണ്ട് മക്കളെ നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ അന്ധനായിത്തീരുകയാണ്. പക്ഷെ ആ ബാപ്പ വീണ്ടും മക്കളെ ഭക്ഷ്യവസ്തുക്കൾ വാങ്ങാൻ വേണ്ടി പോകുമ്പോൾ ആ മക്കളോട് പറഞ്ഞു, മക്കളെ നിങ്ങൾ പോകണം, നിങ്ങൾ അന്വേഷിക്കണം, യൂസുഫിനെയും അവൻ്റെ സഹോദരനെയും നിങ്ങൾ ഇനിയും അന്വേഷിക്കണം. എന്നിട്ട് പറയുന്ന മക്കളോട്, വലാ തൈഅസു മിർ റൗഹില്ലാ ഇന്നഹു ലാ യയഅസു മിർ റൗഹില്ലാ ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. മക്കളോട് പറയാ, നിങ്ങൾ അന്വേഷിക്കണം യൂസുഫിനെയും അവൻ്റെ സഹോദരനെയും. അള്ളാഹുവിൻ്റെ ആശ്വാസത്തെ തൊട്ട് നിങ്ങൾ നിരാശരായിത്തീരാൻ പാടില്ല. ആരാണ് നിരാശരായിത്തീരുന്നത്? അല്ല സഹായിക്കില്ല, അല്ല തിരിച്ചു തരില്ല, പടച്ച റബ്ബിങ്കിൽ നിന്നുള്ള ഒരു ആശ്വാസം ലഭിക്കില്ല എന്ന് നിരാശ ബാധിക്കുന്ന മനുഷ്യർ അവരാരാ? അൽ കാഫിറൂൻ. കാഫിരീങ്ങൾ മാത്രമേ അല്ല എന്നെ സഹായിക്കില്ല എന്ന് വിചാരിക്കൂ. ഒരു മുസ്ലിം മരിക്കുന്നത് വരെ അവൻ്റെ മനസ്സിൽ ചിന്തയുണ്ടാകില്ല അല്ല എന്നെ സഹായിക്കില്ല എന്ന്. യാക്കൂബ് നബി പഠിപ്പിക്കുന്നു, അള്ളാഹുവിൻ്റെ ആശ്വാസത്തെ തൊട്ട് നിരാശരായിത്തീരുന്നത് കാഫിരീങ്ങൾ മാത്രമാണ്. അള്ളാഹിൻ്റെ ഖലീൽ ഇബ്രാഹിം നബിയും പഠിപ്പിക്കുന്നു ഈ ആശയം. വമൻ യഖ്നുസ് മിർ റഹ്മത്തി റബ്ബി ഇല്ലൽ ഖൗമിൽ ളാല്ലൂൻ. ആരാണ് അള്ളാഹുവിൻ്റെ ആശ്വാസത്തെ തൊട്ട് നിരാശരായിത്തീരുന്നത്? അവരാരാ? പിഴച്ചുപോയ ആളുകൾ, ളാല്ലീങ്ങൾ. പിഴച്ചുപോയ ആളുകൾ മാത്രമേ അള്ളാഹു എന്നെ സഹായിക്കില്ല, അള്ളാഹു എന്നെ പരിഗണിക്കില്ല എന്ന് അവർ മാത്രമേ വിചാരിക്കുന്നുള്ളൂ. സൂറത്തുൽ ഹജ്ജിൽ അല്ലാഹു പഠിപ്പിക്കുന്നു, മൻ കാന യളുന്നു അല്ല യൻസുറഹുല്ലാഹു ഫിദ്ദുനിയ വൽ ആഖിറ ഫൽയംദുദ് ബിസബബിൻ ഇലസ് സമാഇ സുമ്മ യഖ്തഅ. അള്ളാഹുവിൻ്റെ റസൂല് ഖുർആൻ ഓതി പഠിപ്പിക്കുന്നു നമ്മളെ. അല്ലാഹു പറയാ, ആര് വിചാരിക്കുന്നു ദുനിയാവിലും ആഖിറത്തിലും അല്ല എന്നെ സഹായിക്കില്ല എന്ന് ആരെങ്കിലും വിചാരിക്കുകയാണെങ്കിൽ ഫൽയംദുദ് ബിസബബിൻ ഇലസ് സമാ, ആകാശത്തേക്ക് അവനെ ഒരു കയർ നീട്ടട്ടെ, എന്നിട്ട് തൻ്റെ കഴുത്ത് ആ കയറിൽ കുരുക്കട്ടെ, എന്നിട്ട് അവൻ തൂങ്ങിച്ചത്തുകൊള്ളട്ടെ എന്ന് അല്ല പറയാ. ആരോടാണ് ഇത് പറയുന്നത്? അല്ല എന്നെ സഹായിക്കില്ല, അല്ല എന്നെ പരിഗണിക്കില്ല എന്ന് വിചാരിക്കുന്ന ആരെങ്കിലും അവൻ ശ്വാസം കഴിക്കുന്നത് പോലും അള്ളാഹുവിൻ്റെ തൗഫീക്ക് കൊണ്ട, എന്നിട്ട് അവൻ കരുതുക അല്ല എന്നെ പരിഗണിക്കൂല, അല്ല എന്നെ സഹായിക്കുക, അവൻ തൂങ്ങിച്ചത്തുകൊള്ളട്ടെ എന്ന അല്ല പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പല മനുഷ്യരും ഷിർക്കിൻ്റെ കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നത്, ജാറങ്ങളിലേക്കും ദർഗകളിലേക്കും മറ്റുമൊക്കെ എത്തുന്നത് ജീവിതത്തിൽ ഒട്ടനവധി പ്രയാസങ്ങളും ടെൻഷനും ദുരിതങ്ങളും പരീക്ഷണങ്ങളും അനുഭവിക്കേണ്ടി വരുമ്പോഴാ അല്ല പറയുന്നു, വേണ്ട, ഏത് പ്രയാസങ്ങളിലും അല്ല എന്നെ പരിഗണിക്കില്ല എന്നും അല്ല എന്നെ സഹായിക്കില്ല എന്നും നീ ഒരിക്കലും വിചാരിക്കേണ്ടതില്ല, ആശ മുറിഞ്ഞു പോകരുത് എന്ന അള്ളാഹുവിൻ്റെ ഖുർആൻ വളരെ ശക്തമായിട്ട് സഹോദരങ്ങളെ പഠിപ്പിക്കുന്നത്. ജീവിതത്തിൽ എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിൻ്റെ സഹായം എനിക്കുണ്ടാകുമെന്നുള്ള ഒരു ബോധമായിരിക്കണം ഓരോ മുസ്ലിമിനും ഉണ്ടായിരിക്കേണ്ടത്. അതുകൊണ്ടാ
പ്രയാസം നിറയുമ്പോൾ അള്ളാനെ വിട്ട് മറ്റൊരാളിലേക്ക് പോകാനല്ല, മറിച്ചോ പ്രയാസങ്ങൾ വരുമ്പോൾ അള്ളാഹിന്റെ റസൂൽ പഠിപ്പിക്കുന്നു, ആരെങ്കിലും പ്രാർത്ഥിക്കുകയാണ് ലാ ഇലാഹ ഇല്ലല്ലാ അൽ അലീം അൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാ റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ അലീം. അള്ളാഹിനോട് ഒരാൾ പ്രാർത്ഥിക്കുക ലാ ഇലാഹ ഇല്ലല്ലാ അൽ അലീം അൽ ഹലീം. ഒരു മനുഷ്യൻ അള്ളാഹിനോട് പ്രാർത്ഥിക്കുക, ടെൻഷൻ വരുമ്പോഴാണ് പ്രാർത്ഥിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാ അൽ അലീം അൽ ഹലീം. അലീമായ ഹലീമായ അള്ളാഹുവിനോട് അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നു. പിന്നെയോ ലാ ഇലാഹ ഇല്ലല്ലാ റബ്ബുൽ അർശിൽ അലീം, മഹത്തായ സിംഹാസനത്തിൻ്റെ ഉടമസ്ഥനായ അള്ളാഹുവെ അവൻ അള്ളാഹിനോട് പ്രാർത്ഥിക്കുക. പിന്നെയും ലാ ഇലാഹ ഇല്ലല്ലാ റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ അലീം. അവൻ അള്ളാഹിനോട് വീണ്ടും വീണ്ടും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ടേയിരിക്കുക. എന്തിനാ? ടെൻഷൻ വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ അള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിപ്പിക്കുന്നത്. ദുരിതങ്ങളും പ്രയാസങ്ങളും വരുമ്പോഴാ അള്ളാഹ് പലപ്പോഴും മനുഷ്യർ വിശ്വാസത്തിൽ നിന്ന് പോലും പ്രയാസങ്ങൾ വരുമ്പോൾ വിശ്വാസം തെറ്റി ശിർക്കിലേക്കും അന്ധവിശ്വാസങ്ങളിലേക്കും എത്തുന്നത് അല്ലേ? പ്രയാസങ്ങൾ തീരാൻ വേണ്ടിയ ആളുകൾ അന്ധവിശ്വാസങ്ങളിലേക്ക് എത്തിപ്പോകുന്നത്. അതുകൊണ്ട് ടെൻഷൻ അടിക്കുന്ന സമയത്ത്, പ്രയാസങ്ങൾ തീരുന്ന സമയത്ത്, പ്രയാസങ്ങൾ വരുന്ന സമയത്ത് എനിക്കെൻ്റെ റബ്ബുണ്ട്, എനിക്കെൻ്റെ റബ്ബുണ്ട്, പ്രയാസത്തിൻ്റെ പിന്നാലെ എളുപ്പം തരുന്നവൻ എൻ്റെ റബ്ബാണെന്ന് മനസ്സിലാക്കി ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ അധികരിപ്പിക്കാൻ പ്രിയപ്പെട്ടവരെ അവന് സാധിക്കേണ്ടതുണ്ട്. അല്ലാ അല്ലാ ലാ ഉശ്രികു ബിഹി ഷൈഅ. മറ്റൊരു പ്രാർത്ഥനയാ, പഠിച്ചോനെ ഞാൻ നിന്നിൽ ഒന്നിനെയും പങ്കു ചേർക്കില്ല എന്ന നിലക്കുള്ള പ്രാർത്ഥനയും പ്രയാസം വരുമ്പോഴാ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾക്ക് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഏത് പ്രയാസങ്ങളാകട്ടെ, ഒരു മുസൽമാൻ്റെ മനസ്സിലെ ചിന്ത ഞാൻ എൻ്റെ റബ്ബിലേക്ക് കൂടുതൽ അടുക്കാൻ അള്ളാഹ് എന്നെ പരീക്ഷിക്കുകയാണ്. കാരണം അഷദ്ദുന്നാസി ബലാഅൻ അൽ അംബിയ സുമ്മൽ അംസൽ സുമ്മൽ അംസൽ. ഏറ്റവും കൂടുതൽ ദുരിതങ്ങളും പരീക്ഷണങ്ങളും ഈ ഭൂമി ലോകത്ത് വരുന്നത് അമ്പിയാക്കൾക്കാ. എന്തുകൊണ്ട്? അമ്പിയാക്കളെയാണ് അള്ളാഹുവിന് കൂടുതൽ ഇഷ്ടം. പിന്നീടോ അമ്പിയാക്കളോട് അടുത്ത് വരുന്നവർ, അതിനോടടുത്ത് വരുന്നവർ ഈമാനിൻ്റെ കനത്തിനനുസരിച്ച് പരീക്ഷണത്തിൻ്റെ കനം കൂടും. കുഫറിൻ്റെ തോതിനനുസരിച്ച് പരീക്ഷണം കുറയും. കാരണം കാഫിറിനെ പരീക്ഷിക്കേണ്ടതില്ല, മുഷിരിക്കിനെ പരീക്ഷിക്കേണ്ടതില്ല. അവൻ ഓൾറെഡി നരകത്തിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കുക. ഒരു മുഅ്മിനിനെയാണ് അള്ളാഹ് പരീക്ഷിക്കുന്നത്. എന്തിൻ്റെ പേരിൽ? പരീക്ഷണം ചെയ്യുമ്പോൾ, ഇവനെ പരീക്ഷിക്കുമ്പോൾ, ഇവന് രോഗം കൊടുക്കുമ്പോൾ, കുടുംബത്തിന് രോഗം കൊടുക്കുമ്പോൾ, കടങ്ങൾ കൊടുക്കുമ്പോൾ, സാമ്പത്തികമായി തകർച്ചകൾ കൊടുക്കുമ്പോൾ ഈ മുഅ്മിൻ പതറിപ്പോകുമോ? അള്ളാഹ് പരീക്ഷിക്കുക. എത്രത്തോളം പരീക്ഷയും റസൂലുള്ളാഹി പറഞ്ഞില്ലേ, മാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിനി വൽ മുഅ്മിന. ഒരു മുഅ്മിനായ ആണിനും പെണ്ണിനും പരീക്ഷണങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അവൻ്റെ ശരീരത്തിൽ, അവൻ്റെ ധനത്തിൽ, അവൻ്റെ മക്കളിൽ അള്ളാഹ് പരീക്ഷണം കൊടുത്തുകൊണ്ടേയിരിക്കും. എത്രത്തോളം പരീക്ഷിക്കും? റസൂലുള്ളാഹി പറയുന്നു, മരിക്കുന്ന സമയത്ത് മാ അലൈഹി ഖതിയ, ഒരു തെറ്റുമില്ലാത്ത അവസ്ഥയിൽ അവൻ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് വരെ അള്ളാഹ് അവനെ പരീക്ഷിക്കും. ഒന്നിൻ്റെ പിന്നാലെ ഒന്ന്, രോഗത്തിൻ്റെ പിന്നാലെ കടത്തിൻ്റെ പിന്നാലെ വീണ്ടും അസുഖങ്ങൾ. ആ നിലക്ക് അല്ലാഹു തആല ഈ മനുഷ്യനെ പരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. പ്രിയപ്പെട്ടവരെ, അള്ളാഹ്ക്ക് അവനോട് ഇഷ്ടം കൊണ്ടാ പരീക്ഷിക്കുന്നത്. അങ്ങനെ അവൻ മരിക്കുമ്പോൾ ഈ പരീക്ഷണങ്ങളൊക്കെ ക്ഷമിച്ച് സഹിച്ച് അവൻ ശിർക്കൊന്നും ചെയ്യാതെ മുവഹിദായിക്കൊണ്ട് അള്ളാഹിനെ കണ്ടുമുട്ടുമ്പോൾ മാ അലൈഹി ഖതിയ, ഒരു തെറ്റുമില്ലാതെയാണ് അവൻ അള്ളാഹിനെ കണ്ടുമുട്ടുന്നത്. ഇന്നോ ഒരാളും പരീക്ഷണത്തിന് നിൽക്കുന്നില്ല. എന്ത് വന്നാലും എവിടെയാണോ എളുപ്പത്തിൽ ഈ പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നത് അങ്ങോട്ട് പോകും. വിസ വേണോ? ഇന്ന ജാറത്തിൽ അതിൻ്റെ പരിഹാരമുണ്ട്. വിഷം കയറിയോ? ഇന്നിവിടെ പരിഹാരമുണ്ട്. മക്കൾക്ക് ഗൾഫിൽ ജോലി വേണോ? ഇന്ന സ്ഥലത്ത് നിന്ന് ഉറുക്ക് കൊണ്ടുപോകണം. അല്ലേ? എന്തൊക്കെയാ കൊണ്ടുവരുന്നവർ പിടിക്കപ്പെടുന്നു, കടയിൽ റെയ്ഡ് നടക്കുമ്പോൾ പിടിക്കപ്പെടുന്നു. ആരാ പ്രിയപ്പെട്ടവരെ? ഒരു തകിടിൽ അഭയം നൽകുന്ന, ഒരു തകിടിൽ തൻ്റെ വിശ്വാസത്തെ പാഴാക്കിക്കളയുന്ന ആളുകളുണ്ട്. ആരെങ്കിലും പറയുന്നതിൻ്റെ പേരിൽ ഈ നിലയ്ക്ക് വിശ്വാസത്തെ തകർത്ത് കളയുന്ന ആളുകളുണ്ട്. തവക്കുലാണ് മനുഷ്യർക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. തവക്കുൽ,
ആ തവക്കുലാണ് നമ്മൾക്ക് വേണ്ടത്. ഞാൻ എൻ്റെ റബ്ബിലാണ് പരമേൽപ്പിക്കുന്നത്, ഒരാൾക്കും എന്നെ തൊടാൻ കഴിയില്ല. റസൂലുള്ളാഹി പറഞ്ഞില്ലേ, ലോകം മുഴുവനായും നിന്നെ ഇരുത്താൻ വേണ്ടി വിചാരിച്ചാലും അല്ല വിചാരിച്ചാൽ നീ എന്തിനാ പേടിക്കുന്നത്? ഒരാൾക്കും നിന്നെ തൊടാൻ കഴിയില്ല. ഇവൻ പേടിക്കില്ല. ഈ മനുഷ്യൻ ഒരിക്കലും പോലും ഒന്നിനെക്കുറിച്ചും ചിന്തിക്കുന്നില്ല. ഈ നിലക്ക് കറുത്ത പൂച്ചയെ കാണുമ്പോൾ യാത്ര അവസാനിപ്പിച്ച് വീട്ടിലേക്ക് മടങ്ങുന്ന ഒരു കാലം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. കേരളത്തിൽ എയർപോർട്ടിലേക്ക് പോകുമ്പോൾ പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി മറന്നു പോകുന്ന മക്കളെ ആ വണ്ടി തിരിച്ച് വീട്ടിലേക്ക് തിരിച്ചു പോകരുത് എന്ന് ഉപദേശിക്കുന്ന ഉപ്പമാരുണ്ടായിരുന്നു. എന്തേ? ഒരു യാത്രക്കിറങ്ങി തിരിച്ചു വരുമ്പോൾ അതൊരു ദുശകുനമായി കാണുന്നു. കാലത്ത് ജോലിക്കിറങ്ങുമ്പോൾ ഒരു കാലിച്ചാക്കുമായി ഒരു മനുഷ്യൻ വരുന്നത് കാണുമ്പോൾ ഇന്നെൻ്റെ ദിവസം കാലിയായി പോയി. ഈ കാലിച്ചാക്കുമായി വരുന്ന ഏതോ ഒരു മനുഷ്യൻ ഉപജീവനം തേടി ജോലിക്ക് തേടി ആ ചാക്കുമായി പോവുകയായിരുന്നു. ഒരു പൂച്ചയൊന്ന്, കറുത്ത പൂച്ചയൊന്ന് ക്രോസ് ചെയ്താൽ, റോഡ് മുറിച്ച് കടന്നാൽ ആ യാത്ര അവസാനിപ്പിച്ച് വീട്ടിലേക്ക് ജോലി ചെയ്യാതെ മടങ്ങിപ്പോകുന്ന ആളുകൾ. എന്തൊക്കെ വിശ്വാസമാ അല്ലേ? എന്തൊക്കെ വിശ്വാസമാ! ഒറ്റമൈനയെ കാണുമ്പോൾ ഇന്നെനിക്ക് ദുഃഖം വരാനുണ്ട്. അതുപോലെ ചില ജീവികളെ കാണുമ്പോൾ മയ്യത്തും വെള്ളം കുടിച്ചിട്ടല്ലാതെ ഈ ജീവി ഇന്ന് വീട്ടിൽ നിന്ന് പുറത്തു പോകില്ലെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. മനുഷ്യൻ്റെ വിശ്വാസം ഇവിടെ, പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ്റെ വിശ്വാസം ചില ജീവികളിൽ ഒരു കാലിച്ചാക്കിൽ പോലും തകർന്നു പോകുന്ന വിശ്വാസമായിട്ട് മുസൽമാൻ്റെ വിശ്വാസം പോലും അധപ്പതിച്ചു പോയോ എന്ന് നമ്മളാ ഭയപ്പെടേണ്ടത്. നമ്മൾ സഹോദരങ്ങളെ മുസ്ലിമാണ്. ഓരോ നമസ്കാര ശേഷവും നാം പ്രാർത്ഥിക്കുന്നത് ആത്മാർത്ഥമായിട്ട അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത, നാദാ നീ തരുന്നത് തടുക്കാൻ ലോകത്തൊരാളുമില്ല, വലാ മുഅ്തിയ ലിമാ മനഅത്, നീ തടഞ്ഞത് തരാനും ആളില്ല. അള്ളാന്റെ റസൂല് പറയാ, അല്ല ഇങ്ങനെ പറയാൻ വേണ്ടി പഠിപ്പിച്ചിരിക്കുന്നു എന്ന്. അല്ല തന്നത് തടുക്കാൻ ആളില്ലെങ്കിൽ, അല്ല തടുക്കുന്നത് തരാൻ ആളില്ലെങ്കിൽ ലോകത്തേത് ജീവിയുടെ മുമ്പിലാണ് നമ്മുടെ വിശ്വാസം പണയപ്പെടുത്തുന്നത് അല്ലേ? ചില ദിവസങ്ങളിൽ നിങ്ങൾ കണ്ടില്ലേ, നമ്മുടെയൊക്കെ നാടുകളിൽ ലോഡ്ജുകളിൽ കാണാം 10ാമത്തെ റൂം അല്ലേ, 11 കാണാം, 12 കാണാം, 13 14 ഉള്ളൂ. ചൊവ്വാഴ്ചകളിൽ കല്യാണങ്ങളില്ല, യാത്ര ഗൾഫിലേക്ക് വരുന്നില്ല. എന്തേ? ചൊവ്വാഴ്ചക്കൊരു ദോഷം കാണിക്കുന്നു. അള്ളാന്റെ റസൂല് പറയുന്നു, പാടില്ല ഇത്. ഈ ശകുനം നോക്കുന്നത് ഇത് ജൂതന്റെ കുഫറിന്റെ കാഫിറിന്റെ പരിപാടിയാണ്. മുസൽമാൻ അങ്ങനെ ഒരു ശകുനം നോക്കുന്ന പരിപാടിയില്ല. ഏതെങ്കിലും ദിവസത്തിന് ഒരു മോശങ്ങളില്ല. ലാ തസുബ്ബു ദഹർ, കാലത്ത് നിങ്ങൾ ചീത്ത പറയരുതേ. വ ഇന്നനി അനദ്ദഹർ, അല്ല പറയുന്നു ഞാനാണ് കാലം, അഥവാ കാലത്തെ നിയന്ത്രിക്കുന്നത് ഞാനാ. ദിവസത്തെ ചീത്ത പറയുന്ന ആളുകൾ, ചില ദിവസങ്ങൾക്ക് ആ നിലക്ക് ശകുനം കണക്കാക്കുന്ന ആളുകൾ അങ്ങനെയുണ്ടോ പ്രിയപ്പെട്ടവരെ? എല്ലാ ദിവസങ്ങളും പടച്ചത് അല്ലയാ. ഏതെങ്കിലും ഒരു ദിവസത്തെ മോശമായിട്ടുള്ള പറഞ്ഞിട്ടില്ല. ദുൽഹജ്ജ് 1 മുതൽ ദുൽഹജ്ജ് 10 വരെ പോലും ചില മുസൽമാന്റെ കലണ്ടറുകളിൽ നമ്മുടെ കേരളക്കരയിൽ ദുൽഹജ്ജ് 10 ബലിപെരുന്നാളിൻ്റെ ദിവസം പോലും ശകുനത്തിൻ്റെ ദിവസമാണെന്ന് രീതിയിൽ രേഖപ്പെടുത്തി വെച്ച മലയാള കലണ്ടറുകൾ മുസ്ലിമീങ്ങൾ പുറത്തിറക്കിയ കലണ്ടറുകളിൽ കാണുന്നു. ദുൽഹജ്ജ് 10 ബലിപെരുന്നാൾ ആഘോഷിക്കുന്ന ദിവസം പോലും ശകുനത്തിൻ്റെ ദിവസമായിട്ട്, നഹ്സിൻ്റെ ദിവസമായിട്ട് അടയാളപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, എവിടെയാ വിശ്വാസമുള്ളത്? അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളോട് പറഞ്ഞു വരുന്നത്, നമ്മുടെ ഈമാൻ ഒരാൾക്ക് മുമ്പിലും പണയപ്പെടുത്താൻ നമ്മൾ തയ്യാറാകരുത്. കൈനോട്ടക്കാരൻ്റെ മുമ്പിൽ, ജോത്സ്യൻ്റെ മുമ്പിൽ, കണക്കൻ്റെ മുമ്പിൽ അവൻ പറയുന്ന ആ ബടായികൾ കേട്ട്, അവൻ പറയുന്ന കള്ളക്കഥകൾ കേട്ട് എൻ്റെ വിശ്വാസത്തെ തകർക്കരുത്. അല്ലേ? എനിക്കെൻ്റെ റബ്ബ് വിധിച്ചത് വരും. എൻ്റെ കച്ചവടം തകർന്നോ, അതിൻ്റെ പിന്നാലെ കുടുംബത്തിൽ അസുഖം വന്നോ, അത് മാറുമ്പോൾ വേറൊരാൾക്ക് വന്നോ, ആളുകൾ പറയും നീ ഇന്ന സ്ഥലത്തൊന്ന് പോയി നോക്ക്, ഒന്ന് പോയി നോക്ക്. എവിടെ? പറയാൻ കഴിയണം ചങ്കൂറ്റത്തോടുകൂടി, എനിക്കെൻ്റെ റബ്ബ് വിധിച്ചതാണിതെങ്കിൽ ആ പരീക്ഷണം നേരിടാൻ ഞാൻ തയ്യാറാണ്. അല്ലേ? സഅദ് റളിയല്ലാഹു അൻഹു ആർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചാലും ഉത്തരം കിട്ടും. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു അല്ലേ, പ്രത്യേകമായി എടുത്തു പറഞ്ഞ വ്യക്തിയാണ് സഅദ് റളിയല്ലാഹു അൻഹു. എന്ത് പ്രാർത്ഥിച്ചാലും ഉത്തരം കൊടുക്കുന്നു. സഅദിന് അന്ധത ബാധിച്ചു. ആളുകൾ വന്ന് ചോദിച്ചു, സഅദേ നീ ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും ഉത്തരം കിട്ടുന്നു, നിനക്ക് അന്ധത ബാധിച്ച് നിനക്കൊന്ന് പ്രാർത്ഥിച്ചതൊന്ന് മാറ്റിക്കൂടെ? സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് അന്ധത എന്നത് അള്ളാഹ് എനിക്ക് തന്നൊരു പരീക്ഷണമാണ്. ഈ പരീക്ഷണത്തെ അങ്ങനെ തന്നെ സ്വീകരിക്കാൻ അതാണ് എനിക്കിഷ്ടം.
ഇത് നീക്കാൻ എനിക്കിഷ്ടമില്ല, പ്രാർത്ഥിപ്പിച്ച് നീക്കാൻ എനിക്കിഷ്ടമില്ല. അള്ളാൻ്റെ പരീക്ഷണത്തെ ഞാൻ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്നു. ഇതാ പ്രിയപ്പെട്ടവരെ നമ്മൾക്കും വേണ്ടത്. ഞാൻ എന്ത് സംഭവിച്ചാലും, എനിക്കെന്ത് പറ്റിയാലും ആർക്കും എൻ്റെ ഈമാനിൽ ചോർത്തിക്കൊണ്ടുപോകാൻ നമ്മൾ നിന്ന് കൊടുക്കരുത്. ഇതെനിക്കെൻ്റെ റബ്ബ് വിധിച്ചതാ, എനിക്കെൻ്റെ റബ്ബ് വിധിച്ചതാ. പക്ഷേ എൻ്റെ റബ്ബ് ഖുർആനിൽ എന്നെ പഠിപ്പിച്ചു, ഫഇന്ന മഅൽ ഉസ്രി യുസ്റൻ, ഇന്ന മഅൽ ഉസ്രി യുസ്റാ. പ്രയാസത്തിൻ്റെ പിന്നാലെ എളുപ്പം വരാനുണ്ട്, പ്രയാസത്തിൻ്റെ പിന്നാലെ എളുപ്പം വരാനുണ്ട്. 2 തവണ എൻ്റെ റബ്ബ് എന്നെ പഠിപ്പിച്ചുവെങ്കിൽ ആ എളുപ്പം ഈ ദുനിയാവിലോ പരലോകത്തോ ഞാനതിനെ കാത്തു നിൽക്കുന്നു എന്ന് പറയാൻ നമ്മൾക്ക് സാധിക്കണം. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈമാനോടുകൂടി ജീവിക്കാനും ഈമാനോടുകൂടി മരിക്കാനുമുള്ള തൗഫീക്ക് അല്ലാഹു തആല നമ്മൾക്ക് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.